ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇൻസ്റ്റഗ്രാമിൽ ഏതെങ്കിലും ഒരു വീഡിയോ ട്രെൻഡിങ് ആയാലും എല്ലാവരും പിന്നെ അതിൻ്റെ പിന്നാലെ ആയിരിക്കില്ലേ? അപ്പോൾ നിങ്ങൾ പറയണത് ഞാനും അതിൻ്റെ പിന്നാലെയാണെന്നല്ലേ? അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, മസനഗുഡി വഴി ഊട്ടി. അപ്പോൾ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് കുറച്ച് വേവ് കുറഞ്ഞ സാധനങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ നോക്കാനാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. എന്തായാലും വീഡിയോയിലൂടെ നടക്കാം. വല്ലാത്ത അനുഭവം തന്നെ ആയിരിക്കും. കാരണം ഈ തോതിൽ, അതായത് മസനഗുഡിയിൽ നിന്ന് ഊട്ടി വരെ ഈ ബൈക്ക് തള്ളേണ്ടി വരും മിക്കവാറും. ഒരു കൈവതം നാറ്റുകരുത്. അതെ, മിക്കവാറും ഈ ബൈക്ക് അതുവരെ തള്ളിയിട്ടുണ്ടാവും. എന്തായാലും പിന്നെ കുറച്ച് ആൾക്കാർ ആ സാധനത്തിൽ കയറിയിട്ടുണ്ട് കേട്ടോ. എന്തോ സംഭവം, അതായത് വേറൊരു ലേഡിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ കട്ട് ചെയ്തിട്ട് വെച്ച് വേറെ എന്തിനോ വേണ്ടി ചെയ്തതാണ്. ആ ഒരു സാധനം കൂടെ ഇതിൽ കൊടുന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ആ സ്ത്രീ എനിക്കറിയാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ രണ്ടാൾക്കാരുണ്ട്, പുറത്ത് രണ്ടാൾക്കാരുണ്ട്. എന്നാലും സംഗതി റോഡ് മസനഗുഡിയാണ് അല്ലേ? എനിക്കറിയില്ല, ഞാൻ പോയിട്ടില്ല. എന്തായാലും ഇവരിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സംശയമുണ്ട്. കാരണം ട്രിപ്പിൾസ് ആണ്, ഹെൽമെറ്റ് ഇല്ല, നമ്പർ പ്ലേറ്റ് KL57 50 85 അങ്ങനെ എന്തൊക്കെ നമ്പർ. അപ്പം എന്തായാലും ഈ പോയൊരു തിരിച്ച് വന്നോ സംശയമാണ്. അതും ട്രിപ്പിൾസ്. എന്തായാലും ആ പുകാൻ കാണിച്ച് ചങ്കൂറ്റുണ്ടല്ലോ, അത് ഒരു വേറെ ലെവലാണ്. അപ്പം എന്തായാലും തരക്കേടില്ല. ഇനി നമ്മുടെ ഒരു മാസ്റ്റർ പീസ് സാധനം ഉണ്ടല്ലോ, അതാണ് ഞാൻ ഈ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാണാനില്ല. അപ്പോൾ മസനഗുഡി വഴി മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞ സാധനം ഇതല്ല കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പം എന്തായാലും ആൺകുട്ടികൾ മാത്രമല്ല, താത്തമാരും പോകുന്നുണ്ട് മസനഗുഡിക്ക്. കാര്യമില്ല, മസനഗുഡി എത്തട്ടെ, നമുക്ക് അടുത്തത് നോക്കാം ഗൈസ്. അപ്പോൾ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞത് ഇതാണ് സാധനം. ഞാനൊരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിപ്പോ അവിടെ കൊടുന്ന് ഇറക്കുമോ എന്നുള്ളതിലാണ് എനിക്കൊരു സംശയം. എന്തായാലും ഒരാളിനെയും കൂടി ഇപ്പുറത്തെ ചിറകിൽ കയറ്റുന്നുണ്ട്. അത് പ്ലെയിൻ്റെ ബാലൻസ് പോലെ ഒരു സൈഡ് 5 ആളും ഒരു സൈഡ് 3 ആളായി ഒരാളിനെ അപ്പുറത്ത് കൂടെ നിർത്തിയിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ താഴത്ത് 2-3 ആൾക്കാരുണ്ടാവും, പിന്നെ കൊടുന്ന് കയറ്റി വെച്ചിരിക്കുകയാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. ഇത് പിന്നെ കുഴപ്പമില്ല. ഇത് ചിറകിൽ 2 ആൾക്കാരുണ്ട്, അതിന്റെ മണ്ടയ്ക്ക് ഒരാളുണ്ട്. ഇത് പിന്നെ ബാലൻസ് പോവില്ല. അപ്പൊ എന്തായാലും ഈ ഒരു ദൗത്യത്തില് നമ്മുടെ എയർ ഇന്ത്യ ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. എയർ ഇന്ത്യ തന്നെ, അതെ, എയർ ഇന്ത്യ ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ പ്ലെയിനും കൊണ്ടൊക്കെ മസനഗുഡി വഴി പോകണമെങ്കിൽ അത് സ്വപ്നങ്ങളിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പൊ എന്തായാലും ഇതുപോലൊക്കെ ചെയ്യണമെങ്കിൽ യഥാർത്ഥത്തിൽ നടക്കും എന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും നെക്സ്റ്റ് നോക്കാം. അടിപൊളി അടിപൊളി. നമ്മൾ മസനഗുഡിക്ക് ബൈക്ക് തള്ളിയിട്ട് പോകണമല്ല കണ്ടത്. അപ്പം മസനഗുഡിയിൽ നിന്ന് ഊട്ടിയിലേക്ക് ബൈക്ക് തള്ളിയിട്ട് പോകണമല്ലേ കണ്ടത്. ഇത് മസനഗുഡിയിൽ നിന്ന് ഊട്ടിയിലേക്ക് ഓടിപ്പോകുന്നൊരു വീഡിയോ. എക്സ്പീരിയൻസ് ഒക്കെ തന്നെ. ഈ പോയവരൊക്കെ തിരിച്ചു വന്നോ എന്തോ. എന്തായാലും തവള ചാടുന്ന പോലെ ആ റോഡിൽ കൂടെ ഓടി പോകുന്നുണ്ട്. എന്തായാലും തരക്കേടില്ല. ഒരു ബൈക്ക് തള്ളിയിട്ട് പോണതും നമ്മൾ കണ്ട്, ഓടിപ്പോയതും നമ്മൾ കണ്ട്, വിമാനത്തിൽ ഇറങ്ങുന്നതും കണ്ട്, പിന്നെ കുറേ സാധനങ്ങൾ കണ്ട്. ഇനി ഒരു വെറൈറ്റി സാധനമുണ്ട്. അപ്പോൾ ഊട്ടിയിലേക്ക് ലോറിപ്പുറത്താണ് പോണത്. നമ്മുടെ നാട്ടിലത്തെ ലോറിയല്ല. അപ്പോൾ എന്തായാലും ആ നമ്പർ പ്ലേറ്റ് ഒക്കെ മറച്ചിട്ടുണ്ട്.
അപ്പോൾ എന്തായാലും ഗ്രൂപ്പായിട്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ ഇരുന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോൻ്റെ തുടക്കം, അതായത് ഈ മസനഗുഡിൻ്റെ തുടക്കം എവിടെ നിന്നാണ് ചോദിച്ചാൽ എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും ആ സൈഡിൽ നിൽക്കുന്നവൻ താഴോട്ട് വീഴിലായിരിക്കാം. അപ്പം എന്തായാലും നെക്സ്റ്റ് നോക്കാം. ഏതൊരു ടോപ്പിക് എടുത്താൽ ഏതൊരു വീഡിയോ എടുത്താലും അതൊരു സ്കൂൾ വിദ്യാർത്ഥികളുടെ വീഡിയോ ഇല്ലാതിരിക്കില്ല. എന്താണ് അവന്റെ തലന്റെ മുകളിൽ പുല്ലൊക്കെ മുളച്ചു നിൽക്കണ്ടല്ലോ. ബാക്കിലൊരു വണ്ടിന്റെ തന്നെ അല്ലേ, ഒരു നമ്പർ പ്ലേറ്റ് എന്തൊക്കെ കാണൊക്കെ ഉണ്ട്. നമ്പർ പ്ലേറ്റ് ആണോ സംശയമാണ്. അതൊന്നും വലിയ തരക്കേടില്ല. എന്തായാലും നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വല്ല വെറൈറ്റി വല്ല സാധനങ്ങളും ഉണ്ടോ? ഇതുവരെ ഒരു വീഡിയോ കണ്ടിട്ട് കുറച്ചെങ്കിലും അടിപൊളിയായിട്ടുണ്ടെന്ന് തോന്നിയൊരു വീഡിയോ ഇതാണ് കേട്ടോ. കുറച്ചൊക്കെ ഒരു എഡിറ്റ് ചെയ്താണല്ലോ, കുറച്ചൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു സാധനം. ഇതുവരെ കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഇതാണ്. എന്തായാലും ആ തലയൊക്കെ വെട്ടി വെച്ച് കറക്റ്റ് ആയിട്ടുണ്ട്. എഡിറ്റിംഗ് ചെയ്യുന്നതിൻ്റെ ആ ഒരു മൂമെന്റിൽ ആ തലകൾ കറക്റ്റ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. എന്തായാലും സംഗതി അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഇത്രയും നോക്കിയ വീഡിയോയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആകപ്പാടൊരു വീഡിയോ തന്നു കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ഒരു വെറൈറ്റി സാധനമാണ്. നമ്മൾ പുറത്തുനിന്ന് മസനഗുഡിയിലേക്ക് വരാനുള്ള ആൾക്കാരെ ഇറക്കിയിട്ടുണ്ട്. മസനഗുഡി വഴി ഊട്ടിയിലേക്ക് റൊണാൾഡോ, മെസ്സി, നെയ്മർ അങ്ങനെ സകല ഫുട്ബോൾ കളിക്കാരുണ്ട്. ഇതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്കെ വരുവാണോ നമുക്ക് നോക്കാം. എന്താ അത് മൊത്തത്തിലുണ്ട്. അവിടുന്ന് മൊത്തത്തിൽ ഇറക്കി കയറ്റാൻ 3 ബൈക്ക്. എന്തായാലും ഒരു ബൈക്കിൽ പലകൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ടാവും ഇതുപോലൊക്കെ ആൾക്കാരെ കയറ്റാനായിട്ട്. എന്തായാലും ഫുട്ബോൾ കളിക്കാർ മൊത്തത്തിലുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ലൂണൊക്കെ ഉണ്ടാവും. ഒരു സംശയം ഫേസ് കാണുമ്പോഴേ. എന്തായാലും റൊണാൾഡോ, മെസ്സിയെ മുമ്പിൽ വെച്ചിട്ടാണ് ബൈക്ക് ഓടിക്കുന്നത്. ഈ ബൈക്കൊക്കെ ഏത് കാലത്തുള്ള എന്തായാലും ഇതിൽ നമുക്ക് നല്ലൊരു കൂട്ടുകെട്ട് കാണാം. അതായത് റൊണാൾഡോ, മെസ്സി, നെയ്മർ, സുവാരസ് അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അതിന് പുറമെ കുറേ ആൾക്കാർ നമ്മൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് കേട്ടോ. ബൈക്കിൻ്റെ ബാക്കിൽ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ലാസ്റ്റ് വരെ എൻ്റെ വീഡിയോ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോനെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾ എന്നെപ്പോലെ ക്ഷമിച്ചിരുന്ന് കണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു അടുത്തൊരു പാർട്ട് കൂടി നമുക്ക് കാണേണ്ടി വരും. മിക്കവാറും ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്താണെന്നറിയും. അപ്പോൾ അത് മറ്റൊന്നല്ല, നമ്മുടെ മൂവിയിൽ നിന്നുള്ള കുറേ ക്ലിപ്പും ഈ ഒരു ഓഡിയോയും തമ്മിൽ ചെയ്ത സാധനങ്ങൾ അതെന്തായാലും ഉണ്ടാവും. ഏതൊരു വീഡിയോ ഇറങ്ങി ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയാലും അതിൻ്റെ ആ ഒരു സാധനം എന്തായാലും വരാതിരിക്കില്ല. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാനുള്ള സാധനം കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ മറക്കണം, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.